പാർലമെൻറ്റ് ഇലക്ഷൻ ഏറ്റവും അവസാന മൂമെൻറ്റിലാണ്. മണിക്കൂറുകൾ മാത്രമാണ് ഇനി ജനങ്ങൾ ബൂത്തിലേക്ക് പോകുവാനുള്ള സമയമുള്ളത്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എസ് ഗിരീഷ് അവർകളാണ്. അദ്ദേഹം തിരൂർ നഗരസഭയുടെ മുൻ ചെയർമാനും ഇപ്പോഴ് പ്രതിപക്ഷ നേതാവുമാണ്. അദ്ദേഹത്തോട് നമ്മൾക്ക് ഈ അവസാന മൂമെൻറ്റിലെ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഗിരീഷേട്ടാ, ഏകദേശം മണിക്കൂറുകൾ മാത്രമാണ് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളത്. എന്താണ് പൊന്നാനി പാർലമെൻറ്റിലെ ഒരു ചിത്രം? പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും ഒരു കാലത്തും ഇല്ലാത്തതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, വിശേഷിച്ച് സ്ഥാനാർത്ഥി കെ എസ് ഹംസയ്ക്ക് അനുകൂലമായ നല്ല രാഷ്ട്രീയ തരംഗമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ളത്. അതിന് സവിശേഷമായ പല കാരണങ്ങളുമുണ്ട്. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നത് 3 വിഷയങ്ങളാണ്. ഒന്ന്, ദേശീയ തലത്തിൽ BJP ഉയർത്തുന്ന വർഗീയ വിഭാഗീയ രാഷ്ട്രീയത്തോടുള്ള പ്രതികരണം. രണ്ടാമത്, ഈ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലം നേരിടുന്ന കടുത്ത വികസന രംഗത്തെ അവഗണന. മൂന്നാമത്തെ കാര്യം, ഒട്ടേറെ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ സമീപനവും ആ സമീപനത്തിന് കൂട്ടുനിൽക്കുന്ന കേരളത്തിലെ BJPയുടെയും UDFൻ്റെയും കേരള വിരുദ്ധ സമീപനം. ഈ 3 കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ആ 3 കാര്യങ്ങളിലും LDFന് അനുകൂലമായ വിധിയെഴുത്ത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ കാണുന്ന ചില മേഖലകളിലൊക്കെ പ്രചരണരംഗത്ത് കാണുന്നത് കൊടിയിലുള്ളൊരു നിറവ്യത്യാസം കാണുന്നത് നല്ലൊരു ചർച്ചയാവുന്നുണ്ട്. അല്ല, CPMൻ്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറയുന്നത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ്. ആ തെരഞ്ഞെടുപ്പ് ചിഹ്നം പലപ്പോഴും ബഹുവർണ്ണ പോസ്റ്ററുകളായും ബഹുവർണ്ണ പതാകകളായും എല്ലാം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പാർട്ടി പരിപാടികൾക്ക്, പാർട്ടിയുടെ രാഷ്ട്രീയ സ്വഭാവമുള്ള പ്രക്ഷോഭങ്ങൾക്കും ക്യാമ്പയിനുകൾക്കും എല്ലാം പാർട്ടി ഉപയോഗിക്കാറുള്ളത് ചുവന്ന കൊടിയാണ്. ബഹുവർണ്ണ പോസ്റ്ററുകൾ, ബഹുവർണ്ണ കൊടികൾ ഇതെല്ലാം മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. പിന്നെ KS ഹംസയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് തീർച്ചയായും മുസ്ലിം ലീഗിനകത്ത് വളരെ കടുത്ത ഒരു ആശയ സമരം ലീഗിനകത്ത് നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് മുൻകാലങ്ങളിൽ സ്വീകരിച്ചിരുന്ന ഒരു ധാർമ്മിക പക്ഷത്തുള്ള രാഷ്ട്രീയത്തിൽ നിന്നും ലീഗ് ബഹുദൂരം പോയി. ആ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് KT ജലീലിനെ പോലെയുള്ള ആളുകൾ കുറേ മുമ്പ് അന്നത്തെ സവിശേഷമായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗിന് പുറത്തു വന്ന് സ്ഥാനാർത്ഥിയായി ജയിച്ച് CPM സഹയാത്രികനായി മുന്നേറുന്നു. അതുപോലെയാണ് KS ഹംസ. അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു വരാനിടയായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഈ സമയം വരെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അതൊന്നും നിഷേധിച്ചിട്ടില്ല. മുമ്പ് ഇങ്ങനെ നിരവധി പേർ മലപ്പുറം ജില്ലയിൽ നല്ല രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. സഖാവ് TK ഹംസ DCC പ്രസിഡൻ്റായിരുന്നു. V അബ്ദുറഹ്മാൻ KPCC മെമ്പറായിരുന്നു. ഇങ്ങനെ അതാത് കാലത്തെ UDF ക്യാമ്പിനകത്ത് ഉയർന്നു വരുന്ന ജനവിരുദ്ധ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളെ ജനപക്ഷത്ത് അവതരിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കണ്ടാൽ മതി ഇതിനെ. അല്ല, അതെല്ലാം ജനങ്ങളാണ് അന്തിമമായി തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ 7 നിയോജക മണ്ഡലത്തിനകത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ ഈ 7 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 4 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ജയിച്ചത് LDF ആണ്. അതിൽ 2 പേര് മന്ത്രിമാരാണ്.
പിന്നീട് തിരൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് LDF പരാജയപ്പെട്ടത്. കോട്ടയ്ക്കലും തിരൂരങ്ങാടിയിലും ഒരു കാലത്തുമില്ലാത്തതുപോലെയുള്ള ലീഗ് വിരുദ്ധ തരംഗം ആഞ്ഞടിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തൊട്ടറിയാൻ സാധിക്കും, അത്രമേൽ പ്രകടമാണത്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം, ഇതിനോടൊപ്പം പൊതു രാഷ്ട്രീയ സാഹചര്യവും നമ്മുടെ പൊന്നാനിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MP-മാർ ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ എന്താ? നിർത്താതെ പോകുന്ന 10-12 ട്രെയിനുകൾ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വയസ്സായ ഒരാൾക്ക് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്ലാറ്റ്ഫോമിൽ പോകണമെങ്കിൽ ഒരു ലിഫ്റ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഈ റെയിൽവേ സ്റ്റേഷനുള്ളത്. പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള റെയിൽവേ സ്റ്റേഷനാണ്. വാഗൺ ട്രാജഡിയുടെ പാരമ്പര്യമുണ്ട്. കേരളത്തിൽ ആദ്യം ട്രെയിൻ ഓടിയത് ഈ തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്കാണ്. പക്ഷേ നമ്മുടെ MP-മാർക്ക് പാർലമെൻറ്റിൽ ഇത്തരം വിഷയങ്ങളൊന്നും അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. ഈ പാർലമെൻറ്റ് മണ്ഡലം രൂപീകരിച്ച കാലം മുതൽ ഇവിടെ നിന്ന് ജയിച്ചു പോയ മുസ്ലിം ലീഗിൻ്റെ MP-മാർക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനം ഈ മണ്ഡലത്തിനകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. 10 ആൾക്ക് തൊഴിൽ ലഭിക്കുന്ന എന്തെങ്കിലും ഒരു സ്ഥാപനം ഈ മണ്ഡലത്തിനകത്തില്ല. അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നം ഈ മണ്ഡലം നേരിടുന്നു. MP ഫണ്ട് ഇതിനൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ഇവിടുത്തെ ജില്ലാ ആശുപത്രി, ഇതെല്ലാം പരിതാപകരമായ സ്ഥിതിഗതികളുടെ അടയാളങ്ങളാണ്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയ്ക്ക് വിധേയമാകുന്നുണ്ട്. പൊതുരാഷ്ട്രീയത്തോടൊപ്പം ഇത്രയും കാലത്തെ വികസന പ്രശ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയ്ക്ക് വിധേയമാകുന്നുണ്ട്. അത് തീർച്ചയായും ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കും. കേരളത്തിലും ഞാൻ ഈ പറഞ്ഞ മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങൾക്കപ്പുറത്തുള്ള പൊതുരാഷ്ട്രീയം BJP-യുടെ ഒരു B ടീമായി UDF മാറുന്നു എന്ന ആക്ഷേപം അതിശക്തമായി കേരളത്തിലുണ്ട്. കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ ഇടയിലുണ്ട്. പൗരത്വ ഭേദഗതി നിയമം ഏറ്റവും സജീവമായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാണ്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ അതില്ല. പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അത് ഞങ്ങൾ റദ്ദാക്കുമെന്ന് പറയും. പക്ഷേ ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാരും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എന്തിനെ സംബന്ധിച്ച് പറയുന്നില്ല, പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കകത്ത് വളരെ BJP-ക്ക് സഹായകരമാകുന്ന ഒരു നിലപാടെടുക്കുന്ന UDF-ൻ്റെ മതേതര ജനാധിപത്യ വിരുദ്ധ രാഷ്ട്രീയത്തോട് ശക്തമായ പ്രതികരണം ഉണ്ടാകും. ഒപ്പം കേരളത്തിൽ ഒരു 3 മാസം ക്ഷേമ പെൻഷൻ മുടങ്ങിയപ്പോൾ ആളുകൾ മുഴുവൻ പരിഭ്രാന്തരായി. ആ പരിഭ്രാന്തിയിലേക്ക് എത്തിച്ചത് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന പണം തടഞ്ഞു വെച്ചതുകൊണ്ടാണെന്ന് സുപ്രീം കോടതിയിൽ പോയി കേരള ഗവൺമെൻറ് അനുകൂലമായ വിധി സമ്പാദിച്ച് 3-ാമത്തെ ദിവസം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതോടുകൂടി കേരളത്തിലെ UDF-ഉം BJP-യും കേന്ദ്ര ഗവൺമെൻറ്റിനെ ഉപയോഗിച്ച് കേരളത്തിലെ സാധാരണക്കാരായ ആളുകളെ ദ്രോഹിക്കുന്നു എന്ന പൊതുവികാരം ഈ തെരഞ്ഞെടുപ്പിനകത്ത് വളർന്നു വന്നിരിക്കുകയാണ്. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.